നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിലെ കനത്ത ചൂടിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് രംഗം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും പ്രചരണ തിരക്കിൽ. NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ കളം മുറുകും. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു. വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു. കേസിലെ രണ്ടാം പ്രതി വിഷ്ണു ആശുപത്രിയിൽ കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. മറയൂർ ചന്ദനലേലത്തിൽ 27.76 കോടി രൂപയുടെ വിൽപ്പന. വിറ്റുപോയത് 37 ടണ്ണിലധികം ചന്ദനം. 11 സ്ഥാപനങ്ങൾ ലേലത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിലെ കപ്പേളകൾക്ക് നേരെ വ്യാപകമായി കല്ലേറ് നടന്ന സംഭവത്തിൽ പ്രതി പിടിയിലായത് അന്യാർതുളു സ്വദേശി ജോബിൻ. പ്രതിയെ അറസ്റ്റ് ചെയ്തത് വണ്ടൻമേട് സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. വിശദമായ വാർത്തകൾ. ഇടുക്കിയിലെ കനത്ത ചൂടിൽ തെരഞ്ഞെടുപ്പ് രംഗവും ചൂടുപിടിച്ചു കഴിഞ്ഞു. LDF UDF പാളയത്തിൽ നിന്നും മൂന്നാം വട്ടവും ഒരേ സ്ഥാനാർത്ഥികളാണ് ഇടുക്കിയിൽ ജനവിധി തേടുന്നതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജും പ്രചരണ തിരക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ കളം മുറുകും. സിറ്റിംഗ് എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എത്തിയതോടെ ഇരുവരുടെയും ഹാട്രിക് പോരാട്ടത്തിനാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിക്കുക. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം കത്തിനിന്ന 2014 തെരഞ്ഞെടുപ്പിലാണ് ഡീനും ജോയ്സും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്നത്തെ സിറ്റിംഗ് എംപി PT തോമസിനെ പിൻവലിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിന് UDF അവസരം നൽകിയത്. എന്നാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേഷ്ടാവായിരുന്ന ജോയ്സ് ജോർജിനെ ഇടതുമുന്നണി കളത്തിലിറക്കി സീറ്റ് സ്വന്തമാക്കുകയായിരുന്നു. 2014 മുതൽ 2019 വരെ MP ആയിരുന്ന കാലയളവിൽ ഇടുക്കിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും എന്നു തന്നെയാണ് പ്രതീക്ഷയെന്ന് ജോയ്സ് ജോർജ് വ്യക്തമാക്കി. ഞാൻ 2014 പാർലമെന്റ് അംഗമായി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. 19 വീണ്ടും സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അതിനുശേഷം എൻ്റെ പൊതുപ്രവർത്തനവും ഈ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ പൂർണ്ണമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിലായിരുന്നു. അതിനകത്ത് ഗവൺമെൻറ്റുകളുടെ നടപടികളുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുമ്പോൾ പോലും മാനുഷികമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഇതിന് പരിഹാരമുണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നമ്മളുടെ 2023 കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഒട്ടനവധി നിയമനിർമ്മാണങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 2019 മണ്ഡലത്തിൽ രാഷ്ട്രീയക്കാറ്റ് തിരിഞ്ഞു വീശുകയായിരുന്നു. 2014 50,542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോയ്സ് ജോർജ് വിജയിച്ചതെങ്കിൽ 2019 ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,71,053 വോട്ടായിരുന്നു. UDF മുന്നോട്ട് വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇടുക്കി ജനതയുടെ മനസ്സെന്നും കഴിഞ്ഞ 8 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പുകൾക്കപ്പുറത്ത് ഇടുക്കിയിലെ ജനങ്ങളുടെ പൊതുവികാരമനുസരിച്ച് എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഐക്യജനാധിപത്യം. ജില്ലയുടെ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളാണെങ്കിലും ജനകീയ വിഷയങ്ങളാണെങ്കിലും എന്നും എപ്പോഴും ജനപക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ്. ആ UDFന്റെ ശരിയായ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് ഇടുക്കി ജനത എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സത്യമാണ്. ഇടുക്കിയിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസും UDF വിട്ടതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. NDAയിൽ സീറ്റ് ലഭിച്ച BDJS പുതുമുഖത്തെ പരീക്ഷിക്കുവാനുള്ള നീക്കമാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂട്ടുവാൻ സാധിക്കാതെ പോയ ദയനീയ പ്രകടനം ഇത്തവണ മറികടക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA മുന്നണി. വരും ദിവസങ്ങളിൽ ഇടുക്കിയിലെ പ്രചരണ രംഗം ചൂടേറും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു. വിധി പറയുന്നത് കട്ടപ്പന കോടതി മാറ്റിവെച്ചു. കേസിലെ രണ്ടാം പ്രതി വിഷ്ണു ആശുപത്രിയിൽ കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല.
ഇരട്ടക്കൊലപാതക കേസിൽ നിതീഷ് 1-ാം പ്രതിയും വിഷ്ണു 2-ാം പ്രതിയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ 3-ാം പ്രതിയുമാണ്. ഇതിൽ നിതീഷിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും കോടതി വിഷ്ണുവിനെ പീരുമേട് സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആരോഗ്യനില പരിഗണിച്ച് ഇയാളെ പീരുമേട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ വിഷ്ണുവിനെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല. സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനോ മൊഴിയെടുക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കേസിൽ തുടർ നടപടികൾ മുന്നോട്ടു പോകൂ. നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും വിജയിച്ചില്ല. മരിച്ചത് വിജയൻ തന്നെയെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട്. കൊലപാതകം നടക്കുന്ന സമയത്ത് നിതീഷിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ PA വിൽസൺ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. ഇതിൽ കോടതി വാദം കേട്ടു. വിധി പറയുന്നത് മാറ്റിവെച്ചു. അടുത്ത ദിവസം വിഷ്ണുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകും. തുടർന്ന് കൊലപാതക കേസിൽ വിഷ്ണുവിന്റെയും സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ സംഭവങ്ങളുടെ ചുരുളഴിയൂ. ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിലെ കപ്പേളകൾക്ക് നേരെ വ്യാപകമായി കല്ലേറ് നടന്ന സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. അന്യാർതുളു സ്വദേശി ജോബിനാണ് പിടിയിലായത്. വണ്ടൻമേട് സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കട്ടപ്പന, കമ്പംമെട്ട്, ചേറ്റുകുഴി, 20 ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിലാണ് പ്രതി അറസ്റ്റിലായത്. പുളിയന്മല PTR ചെറുകുന്നിൽ ജോബിൻ ജോസാണ് പിടിയിലായത്. ആക്രമണത്തിന് പിന്നാലെ വണ്ടൻമേട് SHO ഷൈൻകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ കട്ടപ്പന DYSP PV ബേബി രൂപീകരിച്ചിരുന്നു. ഇവരാണ് പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമായതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. മാർച്ച് 12 പുലർച്ചെയാണ് പ്രതി ജോബിൻ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ കീഴിലെ 8ഓളം കുരിശുപള്ളികളുടെ ചില്ലുകൾ തകർത്തത്. പുളിയന്മല അമല മനോഹരി കപ്പളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിൽ നിർണായകമായത്. SI ഡിജു ജോസഫ്, ASI ജെയിംസ്, SCPO പ്രശാന്ത് K മാത്യു, CPO അൽബാഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനിയിൽ വീട് തകർത്തു. മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്കലിൽ വള്ളം മറിഞ്ഞു മരിച്ച ഗോപിനാഗന്റെ വീടാണ് ആന തകർത്തത്. വീട്ടുകാർ സംഭവ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ദേവികുളത്ത് കാട്ടാന ആക്രമണത്തിൽ റേഷൻ കട തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 301 കോളനിയിൽ ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. ഗോപിയുടെ വീടിന്റെ ഭിത്തി ആന തകർത്തു. ഇന്നലെ വരേണ്ടതായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒന്ന് വണ്ടി കിട്ടാന്നപ്പോൾ വരാനും പറ്റിപ്പോയി. എന്നിട്ട് രാവിലെ പറയാൻ വേണ്ടി വന്നതാ. ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കണ്ട, ആൾക്കാരൊന്നും കാണുകയല്ലേ ഇവിടെ, അതേപോലെ ശല്യമല്ലേ. നമുക്കൊരു ദിവസം 1 മണിക്കൂർ പോലും മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്ത് കാര്യത്തിനായാലും പുറത്ത് പോയാലും ഓരോ കാര്യങ്ങൾ ചെയ്ത് വരാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആരും ഇവിടെ കൊണ്ട് ആരും അന്വേഷിച്ച് വരുന്നില്ല. ഇലക്ഷൻ സമയത്ത് കറക്റ്റാ, എപ്പോഴാളുണ്ടാവും. അതിൻ്റെ പുറകെ വോട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ നമ്മൾ പോകും. പക്ഷെ നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. സർക്കാർ ഇത് നമ്മളെ കഴിഞ്ഞിറങ്ങി താഴെ തന്നെ കണ്ടില്ലേ, അത്ര കാട്ടിക്കൂട്ടി കാണിച്ചിട്ട്. ഇത് എല്ലാ വർഷം ഇങ്ങനെ ചെയ്യുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. ആക്രമണത്തിന് ശേഷം മണിക്കൂറുകളോളം ചക്കക്കൊമ്പൻ മേഖലയിൽ നിലയുറപ്പിച്ചു. ആക്രമണം നടന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇവർ അടിമാലിയിൽ പോയിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. അവരുടേതായ എല്ലാ സാധനവും എന്ന് പറഞ്ഞ പോലെ നശിപ്പിച്ചിട്ടുണ്ട്. അവർക്കിനി ഒരു അരി വേണമെങ്കിൽ മേടിച്ച് വേണം കഞ്ഞി വെക്കാൻ. ഇവിടെ ഇപ്പം ഇനി ചക്കക്കൊമ്പന് അരി തിന്നത് കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല. ഓരോരുത്തരുടെ വീട് ഇങ്ങനെ ഇടിക്കുവാണെങ്കിൽ, ഒരു ദിവസം അങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഇടിക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ അധികാരികളൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ആരും അന്വേഷിക്കാനില്ല ഞങ്ങളെ. പോർഷകാരെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം പോർഷകാർ വന്ന് നോക്കും, പിന്നെ ഒന്നുമില്ല. ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണം, ഇത് റവന്യൂ ഭൂമിയാണല്ലോ, ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണമെന്ന് പോലും പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ആനേനെ എങ്ങോട്ടാ പിടിച്ചോണ്ട് പോകണമെന്ന്. അപ്പം ഞങ്ങൾക്ക് സോളാർ ഇട്ട് തരാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് സോളാർ പോലും ഇല്ല. ബാക്കി എല്ലായിടത്തും സോളാർ ഇട്ട് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഈ 301 മാത്രം ഒഴിവാക്കി. ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളെ പറയാൻ അധികാരം ആരുമില്ല, രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ വോട്ടിന് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയറി വരും. എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്.
ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാടിലെ ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പന്നിയാറിൽ റേഷൻ കട തകർത്തിരുന്നു. ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഞങ്ങൾ കഥ പറയാം, അവർ മൂളും, അത്രേ ഉള്ളൂ. ഈ രണ്ട് വിഷയം മാത്രമേ ഉള്ളൂ 301 നടക്കുന്നത്. ഞങ്ങൾ കഥ പറഞ്ഞാണെങ്കിൽ അവർ മൂളും, പിന്നെ അതോടുകൂടി അവരും വിട്ടുപോകും, ഞങ്ങളും ഇതില്ല. ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. കലക്ടർ വന്ന് ചുറ്റി കാണിച്ചിട്ടുണ്ട്, SST കമ്മീഷൻ വന്നിട്ടുണ്ട്, MP വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. അവർക്ക് തന്നെ സത്യമായിട്ട് അവർ തീരുമാനം എടുക്കാൻ കഴിവില്ലാതെ പോകുന്നു. അപ്പം ഞങ്ങൾ തന്നെ ചെയ്യാനാ. കഴിഞ്ഞ രാത്രിയിൽ ദേവികുളത്ത് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് വലിച്ചിട്ട അവസ്ഥയിലാണ്. മറയൂർ ചന്ദനലേലത്തിൽ 27.76 കോടി രൂപയുടെ വിൽപ്പന. 37 ടണ്ണിലധികം ചന്ദനമാണ് വിറ്റുപോയത്. 11 സ്ഥാപനങ്ങൾ ലേലത്തിൽ പങ്കെടുത്തു. 143 ലോട്ടുകളിലായി ആകെ 53 ടൺ ചന്ദനമാണ് ലേലത്തിൽ വെച്ചത്. ആകെ ലേലത്തിൽ പോയ 37 ടണ്ണിൽ 18 ടണ്ണിലധികവും മൈസൂർ സാൻഡൽ 24 കോടിക്ക് പിടിച്ചു. തൃശൂർ ഫാർമസ്യൂട്ടിക്കൽസ് 1 കോടി 20 ലക്ഷം രൂപയ്ക്കും, ജയ്പൂർ ക്ലൗഡ് 9 1 കോടി രൂപയ്ക്കും, ജയ്പൂർ ഹാൻഡിക്രാഫ്റ്റ് 84 ലക്ഷം രൂപയ്ക്കും ലേലം പിടിച്ചു. തൃശൂർ ഫാർമസ്യൂട്ടിക്കൽസ്, കോട്ടക്കൽ ആര്യവൈദ്യശാല തുടങ്ങിയ സ്ഥാപനങ്ങളും ലേലത്തിൽ പങ്കെടുത്തു. വിവിധ ലേലങ്ങളിലൂടെ വർഷത്തിൽ 100 കോടിയിലധികം രൂപയുടെ ചന്ദന വിൽപ്പന നടക്കാറുണ്ട്. പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും വർഷങ്ങളുടെ കാത്തിരിപ്പിനുമൊടുവിൽ ഉപ്പുതറ കോട്ടമല വാഗമൺ റോഡ് യാഥാർത്ഥ്യമായി. റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കൊച്ചി തേക്കടി സംസ്ഥാന പാതയുടെ ലിങ്ക് റോഡാണ് കോട്ടമല വാഗമൺ റോഡ്. ഉപ്പുതറ പഞ്ചായത്തിലെ കൂവലേറ്റത്തിൽ നിന്നും ആരംഭിച്ച ഏലപ്പാറ പഞ്ചായത്തിലെ കോട്ടമല വഴി വാഗമൺ കൈച്ചൂണ്ടിയിൽ എത്തുന്ന റോഡാണിത്. തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പാത വർഷങ്ങളായി തകർന്ന് ഗതാഗതം ദുഷ്കരമായി കിടക്കുകയായിരുന്നു. നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് 2009-2010 ബജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് 4.5 കോടി രൂപ അനുവദിച്ചു. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് റോഡ് നിർമ്മാണം തുടങ്ങിയെങ്കിലും കരാറുകാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരുന്നു. തുടർന്ന് നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2022 വീണ്ടും ടെൻഡർ ചെയ്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. നേരത്തെ അനുമതി ലഭിച്ചുവെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ കഴിയാതിരുന്ന പ്രവൃത്തി LDF സർക്കാരിൻ്റെ ഇടപെടലിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. വാഗമണിലേക്കുള്ള റോഡെന്ന നിലയിൽ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് വലിയ തരത്തിൽ ഗുണകരമാകുന്ന ഒരു പദ്ധതി കൂടിയാണിത്. പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ കാലമാണിത്. അതിൻ്റെ പ്രതിഫലനം ഏറ്റവും നല്ല നിലയിൽ ഉണ്ടായ മണ്ഡലമാണ് പീരുമേട്. വാഗമണിലേക്കുള്ള റോഡുകളടക്കം മനോഹരമായ റോഡുകളായി കേരളത്തിലെ റോഡുകൾ മാറി. മലയോര ഹൈവേയുടെ പൂർത്തിയാക്കപ്പെട്ട ഭാഗം തന്നെ ഈ നാടിൻ്റെ മാറ്റം വിളിച്ചോതുന്നതാണ്. ഈ നിലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആദ്യ കരാറുകാരൻ ചെയ്ത പല പ്രവൃത്തികളും തുടർച്ചയായി ഉണ്ടായ മഴയിലും പ്രകൃതിക്ഷോഭത്തിലും നശിച്ചു പോയതിനാൽ ഭൂരിഭാഗം പ്രവൃത്തികളും വീണ്ടും ചെയ്യേണ്ടി വന്നു. ഈ പ്രവൃത്തികൾ കൂടി ഉൾപ്പെടുത്തി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. ഒരു പാലം ഉൾപ്പെടെ 7 കലിങ്കുകൾ, സംരക്ഷണ ഭിത്തി, ഓടകൾ തുടങ്ങിയവ നിർമ്മിച്ചാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. 8 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടമലയിൽ നടന്ന റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, മത സാമുദായിക നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം. ഏലക്ക വില 3000 രൂപയും കുരുമുളകിന് 700 രൂപയുമായി തറവില നിശ്ചയിക്കുക, വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകനായ ഷാജി തത്തമ്പള്ളി സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്. വണ്ടൻമേട് പഴയകൊച്ചിറ സ്വദേശി ഷാജി തത്തമ്പള്ളിൽ വീട്ടിൽ നിന്നും കാൽനടയായി എത്തിയാണ് സ്പൈസസ് പാർക്കിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തിയത്. പഴയ കൊച്ചിറയിൽ നിന്നും പ്ലക്കാർഡ് മേന്തി ചേറ്റുകുഴി, ആമയാർ, വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പടിക്കൽ ഒറ്റയാൾ സമരം ആരംഭിച്ചത്. ഏലക്ക വില 3000 രൂപയും കുരുമുളകിന് 700 രൂപയുമായി തറവില നിശ്ചയിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിലൂടെ താൻ മുന്നോട്ട് വെച്ചതെന്ന് കർഷകനായ ഷാജി തത്തമ്പള്ളി പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉന്നത അധികാരികളിലേക്കും സർക്കാരുകളിലേക്കും ചെന്നിട്ട് അവർ ഉചിതമായ തീരുമാനം എടുക്കണം. ഇവിടെ കർഷകർ വേണോ വന്യമൃഗങ്ങൾ വേണോ എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ. കൃഷിക്കാരൻ നിലനിന്നെങ്കിൽ മാത്രമേ നാടിന് നന്മയുണ്ടാവുകയുള്ളൂ, രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ തോന്നി അധികാരികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നതെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ്
കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആരുമില്ല. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക വിളകൾക്ക് വിലയില്ല. നല്ല വില ഉണ്ടായിരുന്ന കൃഷികളൊക്കെ ഇപ്പം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ദിനം പ്രതി കർഷകനെ ഉപദ്രവിക്കുകയും കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന വന്യമൃഗങ്ങളുടെ ശല്യം മറ്റൊരു വശത്ത്. ഇതേ രീതിയിൽ കർഷകൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ എളിയ മനസ്സിൽ തോന്നിയ ഒരു ചിന്താഗതിയാണ് ഇങ്ങനെ ഒരു സമരം നടത്തുക എന്നുള്ളത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വളം കീടനാശിനികളുടെ വിലവർധനവും കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത്. കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ട് 12 കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ ഇദ്ദേഹം സമരം നടത്തിയത്. ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാജി. 2 മാസത്തെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ NHM ജീവനക്കാർ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പണിമുടക്കി. നിരവധി ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. 2 മാസത്തിലേറെയായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ സൂചനാ പണിമുടക്ക് നടത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ 30ഓളം വരുന്ന NHM ജീവനക്കാർ സമരത്തിന്റെ 4ാം ദിവസം കറുത്ത ബാഡ്ജ് അണിഞ്ഞ് ഓഫീസ് സേവനങ്ങൾ 1 മണിക്കൂറോളം ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ആശുപത്രി PRO ടോണി ജോർജ് പറഞ്ഞു. കറുത്ത ബാഡ്ജ് അണിഞ്ഞുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ഇന്നിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നതിൽ NHM ജീവനക്കാർ വളരെ സുദൃഢമായ സേവനമാണ് നടത്തുന്നത്. ഡോക്ടർമാർ മുതൽ ക്ലീനിംഗ് സ്റ്റാഫ് വരെയുള്ള ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലത്തെ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ജീവനക്കാർക്ക് മതിയായ ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ ഈ എംബ്ലത്തിൽ കാണിച്ചതുപോലെ ജീവനക്കാരുടെ ആത്മഹത്യ വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിപ്പെടുകയാണുള്ളത്. അതിന് ഒരു സൂചന എന്ന രീതിയിലാണ് ഇന്നിവിടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരപരിപാടിയുടെ 5ാം ദിനത്തിൽ പട്ടിണിക്കഞ്ഞി സമരം നടത്തുമെന്നും ശമ്പളം ലഭിക്കാത്ത പക്ഷം കടുത്ത സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു. അങ്കണവാടി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത റെജി, ടോണി ജോർജ്, ഡോക്ടർ അഭിലാഷ്, രമ്യ രവികുമാർ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ശമ്പളം കിട്ടാത്തതിൽ തലകുത്തി നിന്ന് ജീവനക്കാരന്റെ പ്രതിഷേധം. മൂന്നാർ KSRTCയിലെ ഡ്രൈവറായ KS ജയകുമാറാണ് തലകുത്തി നിന്ന് പ്രതിഷേധിച്ചത്. മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറാണ് ജയകുമാർ. ഈ മാസം ഇതുവരെയും ശമ്പളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BMS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ജയകുമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ നഷ്ടമാക്കുകയും വിവിധ പദ്ധതികളിൽ ക്രമക്കേട് വരുത്തുകയും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഔദ്യോഗിക ജോലി നിർവഹണത്തിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയ ടെക്നിക്കൽ അസിസ്റ്റന്റ് കരാർ ജീവനക്കാരൻ ബിബിൻ തോമസിനെയാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയത്. ജോലിയിലുണ്ടായ വീഴ്ചയിലൂടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് വലിയ നഷ്ടങ്ങൾക്ക് ഇടയായതായി കണ്ടെത്തിയിരുന്നു. ഇതോടെ 15ഓളം ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. അങ്ങനെ അത് പഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുകയും പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അതിന് ആദ്യം മെമ്മോ കൊടുത്തു. 3 കാര്യങ്ങളായിരുന്നു നമുക്ക് ഉൾപ്പെടുത്തിച്ചത്. എന്നാലേ അതിന് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചത്. അതേ തുടർന്ന് അത് തൃപ്തികരമല്ലാന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഒരു 15ഓളം വരുന്ന കാര്യങ്ങൾ ഇയാൾക്കെതിരെ കുറ്റപരമായി പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അടുത്ത ഒരു മെമ്മോ നൽകുകയും ചെയ്തു. അതിനും ടിയാള് തൃപ്തികരമല്ലാത്ത മറുപടിയും അത് പഞ്ചായത്തിനെ തന്നെ അവഗണിക്കുന്ന തരത്തിലോട്ടുള്ള രീതിയിലാണ് അതിന് മറുപടി ലഭിച്ചത്. അതുമാത്രമല്ല, ടിയാളുടെ കാലാവധി ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം 17-ാം തീയതി അവസാനിക്കാൻ സാഹചര്യത്തിൽ ടിയാള് നമ്മുടെ പഞ്ചായത്തിൽ അറിയിപ്പ് നൽകാതെയും തുടർന്നുള്ള മാസങ്ങളിൽ പുതുക്കാതെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ലെറ്റർ തരാതെയും അപേക്ഷ നൽകാതെയും തുടരുകയാണുണ്ടായത്. അത്രയും നാളത്തെ സേവന കാലാവധി 4 മാസത്തോളം പഞ്ചായത്തിൽ നിന്ന് സാലറി വേതനം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയും അതുപോലെ തന്നെ ടിയാൾ മൂലം പഞ്ചായത്തിന് പൊതുവായിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങളും അപമാനവും ഒക്കെ കണക്കിലെടുത്താണ് ടിയാൾക്ക് അന്വേഷണവുമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്.
4.5 കോടി രൂപയുടെ പ്രപ്പോസലുകൾ യഥാസമയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വഴി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥന്റെ വീഴ്ച മൂലം വൈകിയത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി. ലൈഫ് ഭവന പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ആദിവാസി ഭവന നിർമ്മാണ കരാർ ഏറ്റെടുക്കുകയും പ്രവൃത്തി ചെയ്യാതെ വീടുകളുടെ 3 ലക്ഷം രൂപ നിർവഹണ ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതായുള്ള പരാതിയും ഉയർന്നു വന്നിരുന്നു. സബ് കോൺട്രാക്ട് എടുത്ത് ഹോമിയോ ആശുപത്രി മെയിൻ്റനൻസ് എടുക്കുകയും വർക്കുകൾ പൂർത്തീകരിക്കാതെ ഓവർസിയറെ സ്വാധീനിച്ച് ബിൽ തുക മാറിയതടക്കമുള്ള 15ഓളം ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇയാൾക്കെതിരെ 2 പ്രാവശ്യം കുറ്റാരോപണ മെമ്മോ നൽകിയിരുന്നു. മെമ്മോയ്ക്ക് തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചത്. കൂടാതെ 2023 ഒക്ടോബർ 17-ന് താൽക്കാലിക ജോലിയുടെ കരാർ തീർന്നതിന് ശേഷവും ഈ വിവരം മറച്ചുവെച്ച് ജോലിയിൽ തുടരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തലസ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കി. വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. നെടുങ്കണ്ടത്ത് നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന വാഗണാർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലിമലയ്ക്ക് സമീപം എത്തിയപ്പോൾ മുൻപിൽ പോവുകയായിരുന്ന KSRTC ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കുകയും KSRTCയുടെ പിന്നിലായി വന്ന ട്രാവലർ ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തതാണ് അപകട കാരണം. ട്രാവലറിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചു മാറ്റിയതോടെ നിയന്ത്രണം വിട്ട വാഹനം നെല്ലിമല എസ്റ്റേറ്റ് ഗേറ്റിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇതോടെ വാഹനം തലകീഴായി മറിയുകയും ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. കട്ടപ്പന നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറവിട മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യത്തോടെ ബയോഗ്യാസ് പ്ലാന്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ ജൈവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന നഗരസഭ 2023-24 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ ബയോഗ്യാസ് പ്ലാന്റ് വിതരണ ഉദ്ഘാടനമാണ് വള്ളക്കടവിൽ സംഘടിപ്പിച്ചത്. 43 ആളുകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 13,500 രൂപ യൂണിറ്റ് കോസ്റ്റുള്ള യൂണിറ്റിന് 1,320 രൂപ മാത്രമാണ് ഗുണഭോക്താക്കൾ അടയ്ക്കേണ്ടി വരുന്നത്. ബയോഗ്യാസ് പ്ലാന്റിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ബയോഗ്യാസ് ഒരു വീട്ടിൽ ഗ്യാസ് ആവശ്യമാണ്. പക്ഷേ നമുക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംവിധാനം ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. ഗുണഭോക്താക്കൾ അടയ്ക്കേണ്ടി വരുന്നതിന് ബാക്കിയുള്ള തുക ശുചിത്വ മിഷനും നഗരസഭയും ചേർന്ന് വഹിക്കും. ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്, എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ പ്രതിനിധി എന്നിവർ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ സിജു ചക്കുമോട്ടിൽ, രജിത രമേശ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് അനുവദിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വാഹനത്തിന് UDFന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വീടുകളിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായിട്ടാണ് സർക്കാർ ആശുപത്രികൾ തോറും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. വിദൂര മേഖലകളിലുള്ള ആദിവാസി തോട്ടം മേഖലയിൽ ഉൾപ്പെടെ പാലിയേറ്റീവ് സേവനം എത്തിക്കുന്നതിനായി മുൻപ് ഉപ്പുതറയടക്കമുള്ള ആശുപത്രികളിൽ വാടക വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് വിവിധ ആശുപത്രികൾക്കായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി 5ഓളം വാഹനങ്ങൾ അനുവദിച്ചത്. സർക്കാർ ആശുപത്രിക്ക് അനുവദിച്ച വാഹനം UDF പ്രവർത്തകർ മാലയിട്ട് സ്വീകരിച്ചു. പശുപ്പാറ ബ്ലോക്ക് ഡിവിഷന്റെ കീഴിലാണ് ഈ CHC ഉൾപ്പെടുന്നത്. ഇവിടെ കിടപ്പ് രോഗികൾക്കായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നിലവിൽ വാഹനമില്ലായിരുന്നു. ഈ വിവരം നമ്മുടെ MPയെ ഉപ്പുതറയിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതിനെ തുടർന്ന് MPയുടെ ഫണ്ടിൽ നിന്നും 2023-24 ഫണ്ടിൽ നിന്നും നമുക്ക് ഈ CHCക്ക് വേണ്ടി ബൊലേറോ ജീപ്പ് അനുവദിച്ചിരിക്കുകയാണ്. നിരവധിയായ അനവധി ആളുകൾ കൂട്ടിക്കിട തോട്ടമേഖല തൊഴിലാളികൾ, കണ്ണമ്പടി വ്യാപാരി തുടങ്ങിയ ഗിരിവർഗ മേഖല ആളുകൾ, അങ്ങനെ കാർഷിക മേഖല കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആളുകൾ ആശ്രയമായി ആശുപത്രിക്ക് ഈ വണ്ടി ബഹുമാനപ്പെട്ട MP തന്നത് ഈ മേഖല ജനങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ദുർഘടമായ പാതകളിൽ ഉൾപ്പെടെ അനായാസം സഞ്ചരിക്കാൻ സാധിക്കുന്ന ബൊലേറോ നിയോ വാഹനമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് ലഭിച്ചത്. ആശുപത്രിയിൽ നാളുകളായി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നേരിടുന്ന പ്രതിസന്ധിക്കാണ് വാഹനം ലഭിച്ചതോടെ പരിഹാരമായതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. 1 വർഷമായിട്ട് ഈ ആശുപത്രിയുടെ വാഹനം കണ്ടം ചെയ്തിറക്കുകയായിരുന്നു. അവിടെ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലായിരുന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ പരിപാടി സംസാരിച്ചു. അങ്ങനെ അരുൺ പരിപാടി, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ഫ്രാൻസിസ്, അങ്ങനെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അവരുടെ ശ്രമഫലമായിട്ട് ഈ ഒരു സ്ഥാപനത്തിന് നമുക്കൊരു ആംബുലൻസ്, ഒരു വാഹനം ലഭ്യമാക്കിയിരിക്കുകയാണ്. യോഗത്തിൽ ആശുപത്രി മെഡിക്കൽ ഓഫീസർ KE സെബാസ്റ്റ്യൻ, നേതാക്കളായ അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ, P നിക്സൺ, ഷാൾ വെട്ടിക്കാട്ടിൽ, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, സാബു വേങ്ങവേലി, സിനി ജോസഫ്, റോച്ചി സെലിൻ, ജോണി ഇടിഞ്ഞപുഴ,
ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന പേഴുങ്കവലിയിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. വാർഡ് കൗൺസിലർ അനുവദിച്ച 5 ലക്ഷം രൂപയും ഉപഭോക്താക്കൾ സ്വരൂപിച്ച 2 ലക്ഷം രൂപയും ചേർത്ത് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ധന്യ അനിൽ നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന് പ്രദേശം കുടിവെള്ളമില്ലാതെ വലയുകയായിരുന്നു. കല്ലുകുന്ന് പേഴുങ്കവലിയിലെ 25 കുടുംബങ്ങളായിരുന്നു ഏറ്റവും കൂടുതലായി കുടിവെള്ളക്ഷാമം അനുഭവിച്ചിരുന്നത്. നിലവിലെ കൗൺസിലർ പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞ 2 വർഷങ്ങളിലായി 5 ലക്ഷം രൂപ അനുവദിച്ചു. ഗുണഭോക്താക്കൾ ചേർന്ന് 2 ലക്ഷം രൂപ സ്വരൂപിച്ചപ്പോൾ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ നിർവഹിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ പുതിയതായിട്ട് കല്ലുകുന്ന് പേഴുങ്കാലിയിൽ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചതാണ്. 2 വർഷം കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപയോളം പിരിച്ച് നമ്മൾ 7 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. കുഴൽക്കിണറും പമ്പിംഗ് ഹൗസും ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയാക്കിയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത്. ഗുണഭോക്താക്കൾ തുടക്കം മുതൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടന യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ അരുൺ രാജ് എസ്, കൺവീനർ ടിജോമോൻ ജോസഫ്, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഹായത്തോടെ ഫോസ്റ്റാഗ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ട്രെയിനർ ഗീത ക്ലാസുകൾ നയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇടുക്കി സർക്കിളിന്റെയും നേതൃത്വത്തിലാണ് ഫോസ്റ്റാഗ് ട്രെയിനിംഗ് പരിപാടി നടത്തിയത്. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ ഫുഡ് ഓപ്പറേറ്റേഴ്സ്മാർക്ക് വേണ്ടിയുള്ള പരിശീലനവും പരിശീലനത്തിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടന്നത്. കട്ടപ്പന ഓറഞ്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന KHRAയുടെ സഹകരണത്തോടുകൂടി KHRAയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, അതായത് ഫുഡ് സേഫ്റ്റി നിയമപ്രകാരം ഫോസ്റ്റാഗ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് നടത്തി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ കടകളിലും സൂക്ഷിക്കണമെന്ന്, അതുപോലെ തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർവൈസർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണമെന്നുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഈ ട്രെയിനിങ് കോഴ്സ് നടത്തുന്നത്. അത് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുന്നത്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 ഷെഡ്യൂൾഡ് 4 നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ട്രെയിനിംഗ് ക്ലാസ്സിൽ വ്യക്തമാക്കി നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഇൻസൈറ്റ് ഗ്രൂപ്പിന്റെ ട്രെയിനർ ഗീത ക്ലാസുകൾ നയിച്ചു. അങ്ങനെയുള്ള വ്യക്തിശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക, യൂണിഫോം ബാക്കി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ വ്യക്തിശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നഖം വ്യക്തമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇടയ്ക്കൊക്കെ ഒന്ന് നഖം ചെക്ക് ചെയ്യുന്ന സിസ്റ്റം നിങ്ങളും വയ്ക്കുമ്പോൾ ഒരു വെട്ടുമല്ലേ. എന്നീ നഖത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ, ഒരിക്കലും ഒരു ഫുഡ് സേഫ്റ്റിയുടെ പ്രശ്നം വന്ന് ചെക്ക് ചെയ്യുമ്പോൾ സാൽമണല്ല എന്ന ബാക്ടീരിയ എഴുതുന്നത് അവര് ഭക്ഷണത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി. അവിടെ ചെക്കിങ് നടത്തി കഴിഞ്ഞപ്പോ സ്റ്റാഫിന്റെ ബ്ലഡ് ചെക്ക് ചെയ്തു, സാൽമണല്ല. ഇടുക്കി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്നേഹ, KHRA കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, സെക്രട്ടറി സുജികുമാർ, ബിനോയ് സെബാസ്റ്റ്യൻ, അജിമോൻ KT, ശ്രീജിത്ത് മോഹൻ, അനിൽകുമാർ, മാത്യു തുടങ്ങിയ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സർക്കാർ LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ സംഗമവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൻ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ എന്ന കുടിയേറ്റ ഗ്രാമത്തിന് 5 പതിറ്റാണ്ടായി വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന സർക്കാർ വിദ്യാലയമാണ് മാട്ടുകെട്ട LP സ്കൂൾ. പാഠപുസ്തകങ്ങളുടെ പഠനത്തിനപ്പുറം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന അക്ഷരമുറ്റമാണിത്. സ്കൂളിന്റെ 52ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ സംഗമവുമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൻ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ ഒരു വർഷം ആ സ്കൂളിൽ നടത്തിയ നേട്ടങ്ങളും കോട്ടങ്ങളെയും കുറിച്ചുള്ള ഒരു വിശകലനം കൂടിയാണ് ഓരോ വാർഷിക ആഘോഷവും എന്ന് പറയുന്നത്. നേട്ടങ്ങളൊക്കെ നല്ല മുതൽക്കൂട്ടുകളായി എടുത്തുകൊണ്ടും കോട്ടങ്ങളെല്ലാം തിരുത്തി നേട്ടങ്ങളാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയവരെ മൊമെന്റോയും ക്യാഷ് അവാർഡുകളും നൽകി അനുമോദിച്ചു. സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിച്ച PTA മുൻ പ്രസിഡന്റ് ഭരത് ചന്ദ്രനെ യോഗത്തിൽ ആദരിച്ചു.
വിവിധങ്ങളായ കലാപരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. ആഘോഷ പരിപാടിയിൽ സിനി ആർട്ടിസ്റ്റ് രാജേഷ് ലാൽ കട്ടപ്പന മുഖ്യ അതിഥിയായിരുന്നു. ജീവിതം മനോഹരമാണ്, അതിനെ അതിമനോഹരമാക്കുക, അത്ഭുതകരമാക്കുക. ഇത്രയും മനോഹരമായ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ വെട്ടിക്കലായിൽ, സോണിയ ജെറി, ഷൈമോൾ രാജൻ, സീനിയർ അസിസ്റ്റന്റ് CK മനോജ് കുമാർ, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി PV ദീപ, കട്ടപ്പന BRC പ്രതിനിധി VC വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ തുമ്പൂർ മൂഴി മാലിന്യ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം വീട്ടിൽ നിന്ന് ആരംഭിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. കട്ടപ്പന നഗരസഭ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് തുമ്പൂർ മൂഴി മാലിന്യ പ്ലാന്റ് സ്ഥാപിച്ചത്. ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച പ്ലാന്റ് ആശുപത്രിയിലെ മാലിന്യത്തിന് പരിഹാരമാകും. കിടപ്പ് രോഗികളുടെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും നഗരസഭയിലെത്തിച്ചാണ് സംസ്കരിച്ചിരുന്നത്. മാലിന്യ പ്ലാന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ബീന ടോമി നിർവഹിച്ചു. നമ്മൾക്ക് എന്ത് വേസ്റ്റ് വന്നാലും അതെല്ലാം എത്രയും കൃത്യനിഷ്ഠതയോടെ തന്നെ പരിസരങ്ങളിലൊന്നും ഇട്ട് കളയാതെ ഇതിനകത്ത് തന്നെ കൊണ്ടിട്ട് ഇത് വളമാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടെ കണ്ടെത്തുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വരുന്ന ഒരു വർഷം കൊണ്ട് കട്ടപ്പന നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യരഹിത നഗരസഭയാക്കാൻ പ്രവർത്തനം നടന്നുവരികയാണെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് കട്ടപ്പനയിലെ പൂർണ്ണമായി മാലിന്യ മുക്ത നാടായി പ്രഖ്യാപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വളരെ കൃത്യതയാർന്നതും ശക്തവുമായ പ്രവർത്തനങ്ങളാണ് മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. അതുമായി സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. കൗൺസിലർമാരായ മനോജ് മുരളി, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി, ബെന്നി കുര്യൻ, തങ്കച്ചൻ പുരയിടം, ഷജി തങ്കച്ചൻ, സെക്രട്ടറി R മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിൽ വയോജനങ്ങൾക്ക് കമ്പളി വിതരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2013-14 സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്ക് കമ്പിളി വിതരണം ചെയ്യാൻ കട്ടപ്പന നഗരസഭ 3 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. നഗരസഭയിൽ 34 വാർഡുകളിലായി 581 കമ്പിളികൾ വിതരണം ചെയ്തു. ഏറ്റവും കൂടുതൽ അപേക്ഷകളുണ്ടായിരുന്നത് 33, 34, 35 വാർഡുകളിൽ 34 വാർഡുകളിലായിരുന്നു. പക്ഷേ എല്ലാവർക്കും 60 വയസ്സ് പൂർത്തിയായ രേഖകൾ സമർപ്പിക്കാൻ പറ്റാവുന്നതുകൊണ്ട് ചില വാർഡുകളിൽ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് വരും വർഷങ്ങളിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നു ഇത്തരത്തിൽ അറിയിക്കുകയാണ്. ഓരോ വാർഡുകളിലും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നുവെങ്കിലും മാനദണ്ഡം തിരിച്ചടിയായി. നഗരസഭ വിതരണം ചെയ്ത കമ്പിളി കൗൺസിലർമാർ ഏറ്റുവാങ്ങി. നഗരസഭാ അധ്യക്ഷ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ മനോജ് മുരളി, പ്രശാന്ത് രാജു, ലീലാമ്മ ബേബി, ബെന്നി കുര്യൻ, തങ്കച്ചൻ പുരയിടം, ഷജി തങ്കച്ചൻ, സെക്രട്ടറി R മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട since 1950. ഗ്യാപ്പ് റോഡ് പിന്നിട്ട് പെരിയ കനാലും കടന്ന് പൂപ്പാറയിലൂടെ ഒരു റോഡ് യാത്ര. ഇടുക്കി യാത്രകളിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കും ഈ യാത്ര. ആ കാഴ്ചകളിൽ ഏറ്റവും മനോഹരം തേയിലച്ചെരുവുകളുമായി അതിരു പങ്കിടുന്ന ആനയിറങ്കൽ ജലാശയം തന്നെ. പക്ഷേ മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായി. ബോട്ടിങ്ങിനായി എത്തി നിരാശയോടെ മടങ്ങുന്ന സഞ്ചാരികൾ നിരവധിയാണ്. അരിക്കൊമ്പൻ ഉയർത്തിയ ആശങ്കകൾക്കൊപ്പമാണ് ആനയിറങ്കലിലെ ബോട്ടിംഗും നിലച്ചത്. ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നുവെന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തുകയായിരുന്നു. ഇതോടെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. 9 മാസത്തോളമായിട്ടും ബോട്ടിംഗ് പുനരാരംഭിക്കാൻ നടപടിയില്ല. ഇതറിയാതെ ആനയിറങ്കലിൽ എത്തി നിരാശരായി മടങ്ങുന്നവർ നിരവധിയാണ്. ഞങ്ങൾ കോതമംഗലം ഭാഗത്ത് വരുന്ന ആൾക്കാരാണ്. ഇവിടെ നേരത്തേക്ക് വന്നപ്പോൾ നല്ല സെറ്റപ്പ് പരിപാടികളായിരുന്നു. ബോട്ട് സർവീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ട് സർവീസ് ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാനാണ് ടോയ്ലറ്റുകൾ വളരെ മോശം. ഇവിടുത്തെ ഈ പരിസരങ്ങളാണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഇല്ല. തേയിലച്ചെരുവുകളെ ചുറ്റി നിൽക്കുന്ന ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അതിമനോഹര കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്.
മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു ആനയിറങ്കലിലെ ബോട്ടിംഗ്. ബോട്ടിംഗ് നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കി ഒരുക്കിയ ബോട്ടുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് നശിക്കുന്നത്. തേക്കടിയിലും ഇടുക്കിയിലുമെല്ലാം കാട്ടാനകൾ ഉണ്ടെങ്കിലും ആനയിറങ്കലിൽ മാത്രം ബോട്ടിംഗ് ആനകൾക്ക് ശല്യമാകുന്നുവെന്ന വിലയിരുത്തൽ പ്രദേശം വനവൽക്കരിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 190, വിൽപ്പനയ്ക്ക് വന്നത് 56,997, വിൽപ്പന നടന്നത് 56,997. കൂടിയ വില 2,108, ശരാശരി വില 1,402. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 900, കൊക്കോ 180, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,060 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിലെ കനത്ത ചൂടിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് രംഗം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഡീൻ കുര്യാക്കോസും LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പ്രചരണ തിരക്കിൽ. NDA സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ കളം മുറുകും. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ടു. വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു. കേസിലെ 2-ാം പ്രതി വിഷ്ണു ആശുപത്രിയിൽ കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. മറയൂർ ചന്ദനലേലത്തിൽ 27.76 കോടി രൂപയുടെ വിൽപ്പന. വിറ്റുപോയത് 37 ടണ്ണിലധികം ചന്ദനം. 11 സ്ഥാപനങ്ങൾ ലേലത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിലെ കപ്പേളകൾക്ക് നേരെ വ്യാപകമായി കല്ലേറ് നടന്ന സംഭവത്തിൽ പ്രതി പിടിയിലായത് അന്യാർത്തുളു സ്വദേശി ജോബിൻ. പ്രതിയെ അറസ്റ്റ് ചെയ്തത് വണ്ടൻമേട് സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.